അപ്പൊ ഇതൊക്കെ യാദൃശ്ചികമായി സംഭവിച്ചതാണോ? ഞാൻ വളരെ രസകരമായിട്ട് ഞാൻ കണ്ട ഒരു മാത്തമാറ്റിക്കൽ എക്സ്പെരിമെന്റ് നിങ്ങളുടെ മുന്നോട്ട് വെക്കാണ്. നമുക്കറിയാം പല ആൾക്കാരും മാത്സിനെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, ദേഷ്യമുള്ള ആൾക്കാരുണ്ടാവും. എന്നാലും ഞാനൊരു ശ്രമം നടത്തി നോക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഇവിടെ ഒരു സിമ്പിൾ എക്സ്പെരിമെന്റ്. ഒരു കുരങ്ങന്റെ അടുത്തൊരു ടൈപ്പ് റൈറ്റർ കൊടുക്കുക. ഇത് വളരെ ഫേമസ് ആയി, നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ ഇതിന്റെ ഡീറ്റെയിൽസ് വായിക്കാൻ പറ്റും. മങ്കി മാത്ത് ബിസിനസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് വായിക്കാൻ പറ്റും. ഞാൻ കൂടുതൽ പ്രോബിലിറ്റിയിലേക്ക് കടക്കുന്നില്ല, ഞാൻ ഇതിന്റെ ചില കണ്ടന്റ്സ് മാത്രം പറഞ്ഞു പോവാണ്. ഒരു സിമ്പിൾ എക്സ്പെരിമെന്റ്. ഒരു കുരങ്ങന്റെ അടുത്തൊരു ടൈപ്പ് റൈറ്റർ കൊടുക്കാം. ഒരു കുരങ്ങൻ എത്ര ടൈപ്പ് ചെയ്താലും അതൊരു നോവലോ മഹാകാവ്യോ ഒന്നും ആവൂല എന്ന് നമുക്കറിയാം. എന്നാൽ ഷേക്സ്പിയറിന്റെ ഹാംലെറ്റ് എന്ന വളരെ പ്രശസ്തമായ നാടകത്തിലെ ഒരു വളരെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്, ടു ബി ഓർ നോട്ട് ടു ബി, ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ടു ബി ഓർ നോട്ട് ടു ബി, ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഈ സ്പേസ് ഒക്കെ അടക്കം 41 അക്ഷരങ്ങളുള്ള ഒരു വാചകമാണ് എന്ത് ഇത്. ഒരു മങ്കിന്റെ അടുത്ത്, ഒരു കുരങ്ങന്റെ അടുത്ത് ഒരു ടൈപ്പ് റൈറ്റർ ഉണ്ട്. ആ ടൈപ്പ് റൈറ്ററിന് there are 32 keys. 32 keys എന്ന് പറഞ്ഞാൽ 26 അക്ഷരങ്ങളുണ്ട്, ഒരു സ്പേസ് ബാർ ഉണ്ട്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു 5 എന്തുണ്ട്, ഫുൾ സ്റ്റോപ്പ്, കോമ, ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഓക്കെ, ഈ കുരങ്ങനെ എത്ര കാലം ടൈപ്പ് ചെയ്താലാണ് എന്തുണ്ടാവുക? ഇങ്ങനെ ഒരൊറ്റ സെന്റൻസ്. നമുക്ക് ഹാംലെറ്റ് വേണ്ട, നമുക്കൊരു മഹാഭാരതം വേണ്ട, നമുക്കൊരു ഖുർആനോ ബൈബിളോ ഗീതയോ വേണ്ട. ഇങ്ങനത്തെ ഒരൊറ്റ സെന്റൻസ് കുരങ്ങൻ എത്ര കാലം ടൈപ്പ് ചെയ്താൽ ഉണ്ടാവും? അതിനുള്ള പ്രോബിലിറ്റിയാണ് എത്രയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ആദ്യത്തെ അക്ഷരം കറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? ടി എന്നുള്ള, ടു ബി എന്നുള്ള ടി എന്നുള്ള 1/32 അല്ലെ 32 ലെറ്റേഴ്സിലുള്ള കീബോർഡ് ആണെങ്കിൽ ഒന്നാമത്തോ രണ്ടാമത്തോ ഒപ്പം ഒരേ സമയം കറക്റ്റ് ആയി ടൈപ്പ് ചെയ്യാനുള്ള പ്രോബിലിറ്റി 1/32 സ്ക്വയർ അല്ലെ. ഇങ്ങനത്തെ 41 ലെറ്റേഴ്സും ടൈപ്പ് ചെയ്യാനുള്ള പ്രോബിലിറ്റി 1/32 റൈസ് പവർ ഓഫ് 41. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത്, ഈ കുരങ്ങനെ ഒരു വർഷം കൊടുക്കാണ്. നിങ്ങൾ ഇപ്പോഴൊന്നും ടൈപ്പ് ചെയ്യേണ്ട, ഒരു വർഷം കൊണ്ട് ടൈപ്പ് ചെയ്താൽ മതി. ഇത് ഉണ്ടാവാനുള്ള പ്രോബിലിറ്റി, ആ പ്രോബിലിറ്റി, ഇത് സംഭവിക്കാതിരിക്കാനുള്ള പ്രോബിലിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്ത് ഞാൻ കൊടുത്തു. കാൽക്കുലേഷൻ ഡീറ്റെയിൽസിലോട്ട് ഞാൻ പോകുന്നില്ല. 0.99999 ഒരുപാട് നയൻസ് ഉണ്ട്, അറൌണ്ട് 30-40 നയൻസ്, പിന്നെ കുറച്ച് സംഖ്യകൾ. ഇത് സാധ്യമാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ പറയും 100% ഇത് സാധ്യമല്ല. ഓക്കെ, കുരങ്ങനെ അങ്ങനെ ടൈപ്പ് ചെയ്യാൻ സാധിക്കൂല. ഇനി നമ്മൾ അപ്പോൾ നിങ്ങളുടെ നിരീശ്വരവാദിയായ സുഹൃത്ത് നിങ്ങളോട് എന്ത് പറയുന്നത്? നിരീശ്വരവാദിയായ സുഹൃത്ത് പറയും, ഒരു വർഷമല്ലേ കൊടുത്തിട്ടുള്ളൂ, ഈ ലോകം ഉണ്ടായത് എത്ര കാലം എടുത്താ? നമുക്കറിയില്ല, ഒരുപാട് കാലം എടുത്ത് ഒരുപാട് എക്സ്പീരിയൻസിലൂടെ ഉണ്ടായതെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഞാൻ 17 ബില്യൺ ഇയേഴ്സ്. ഇത് പറയാനുള്ള കാരണം, ഈ ലോകത്തിനൊരു തുടക്കമുണ്ട്. ഈ ലോകത്തിന്റെ ഏകദേശ ടൈം കാലാവധി നമ്മൾ നേരത്തെ പറഞ്ഞ അറൌണ്ട് 14 ബില്യൺ ഇയേഴ്സാ. കുറച്ചും കൂടി കൂട്ടി കൊടുക്കുക, എത്ര? 17 ബില്യൺ ഇയേഴ്സ്. ഒരു കുരങ്ങൻ 32 കീയുള്ള ഒരു ടൈപ്പ് റൈറ്ററുമായിട്ടിരുന്ന് 17 ബില്യൺ വർഷം ടൈപ്പ് ചെയ്താൽ അങ്ങനെ ഒരു സെന്റൻസ് വരാനുള്ള പ്രോബിലിറ്റിയാണ്, അങ്ങനെ ഒരു സെന്റൻസ് വരാതിരിക്കാനുള്ള പ്രോബിലിറ്റിയാണ് നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്നത് 0.9999. ഇത് സാധ്യമാണ്. നിങ്ങൾ ആരെയും വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങളുടെ നിരീശ്വരവാദിയായ സുഹൃത്ത് പറയുന്നത്, ഇതിപ്പോ ഒരു കുരങ്ങനല്ലേ ഉള്ളൂ അല്ലെ, അങ്ങനത്തെ കുറെ കുരങ്ങന്മാരുണ്ടെങ്കിലോ ഒരുപാട് റാൻഡം ട്രൈസിന്റെ ഒരു പരിണിത ഫലമാണ് ഈ ഒരു പ്രപഞ്ചം എന്നുണ്ടെങ്കിലോ? അപ്പോ നമ്മൾ സങ്കല്പിക്കുക, there are 17 ബില്യൺ ഗാലക്സീസ്. 1700 കോടി ഗാലക്സികൾ ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഈ 1700 കോടി ഗാലക്സികളിൽ ഓരോന്നിലും 1700 കോടി ഗ്രഹങ്ങൾ ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഈ 1700 കോടി ഗ്രഹങ്ങളില് ഓരോന്നിലും 1700 കോടി കുരങ്ങന്മാരുടെ ടൈപ്പ് റൈറ്റർ എടുത്തിട്ട് അവർ ഒരു സെക്കൻഡിൽ ഒരു ലൈന് വെച്ച് ടൈപ്പ് ചെയ്യേണ്ടെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ അത് കിട്ടാതിരിക്കാനുള്ള പ്രോബിലിറ്റിയാണ് അഗൈൻ ഐ ഹാവ് ഷോർഡ് ഇൻ സ്ക്രീൻ. എങ്ങനെയാണ്? if there are 17 billion galaxies, each with 17 billion planets, each with 17 billion monkeys typing a line per second for 17 billion years. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഒറ്റ സെന്റൻസ് പോലും, 41 അക്ഷരങ്ങൾ മാത്രമുള്ള ഈ ഒരൊറ്റ സെന്റൻസ് പോലും ഒരിക്കലും യാദൃശ്ചികമായി വരില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് യാദൃശ്ചികതയിൽ വിശ്വസിക്കാൻ സാധിക്കുക? ഞാൻ പറയും എന്ത്? ഞാൻ പറയും ഷേക്സ്പിയറിന്റെ ഹാംലെറ്റിലെ ഒരു വരി പോലും യാദൃശ്ചികതയുടെ ഭാഗമായി ഉണ്ടാവില്ല എങ്കിൽ ആ ഷേക്സ്പിയർ ഒരു യാദൃശ്ചികതയുടെ ഭാഗമാണ് എന്ന് വിശ്വസിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാൻ കഴിയുക? അല്ലെ? എന്നാൽ നമുക്ക് ഇത് മാത്രമല്ല, ഇനിയും ഒരുപാട് തെളിവുകൾ നമുക്ക് കാണുവാൻ സാധിക്കും അല്ലെ? പ്രപഞ്ചത്തിന്റെ ഫൈൻ ട്യൂണിങ്, നമ്മുടെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, നമ്മൾ F=gm1m2/r² പഠിക്കുന്ന g എന്നുള്ള വാല്യൂ, അതിന്റെ വാല്യൂ 1/10⁻60 ഒരു അല്പം കുറഞ്ഞിരുന്നെങ്കിൽ
ഒരല്പം കുറഞ്ഞിരുന്നെങ്കിൽ ബിഗ് ബാങ്ങിന്റെ സമയത്ത് എല്ലാം വികസിച്ചു പോയി ഒരിക്കലും ഈ പ്രപഞ്ചം ഉണ്ടാകുമായിരുന്നില്ല എന്ന് സയൻസ് പറയുന്നു. അത് ഒരല്പം 1/10⁻60 ഒരു അല്പം കൂടിയിരുന്നെങ്കിൽ, അല്ലെ, 1/10⁻60 കൂടിയിരുന്നെങ്കിൽ എന്തുണ്ടാവും? അതായത് 60 ഡെസിമൽ പ്ലേസിൽ ഒരു 1 കൂടിയിരുന്നെങ്കിൽ, 59 ഒരു 1 0.0000 ഒരു 1 കൂടിയിരുന്നെങ്കിൽ എന്തുണ്ടാകുമായിരുന്നില്ല? പ്രപഞ്ചം വീണ്ടും ബിഗ് ബാങ്ങിന് ശേഷം കൂട്ടിയിടിച്ച് പിന്നെ എന്തുണ്ടാകുമായിരുന്നില്ല? ഒരിക്കലും നക്ഷത്രങ്ങളോ ഗ്രഹങ്ങളോ ഉണ്ടാകുമായിരുന്നില്ല എന്ന് സയൻസ് പറയുന്നു. അതേപോലെ പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്യുന്ന റേറ്റ്, കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ് 1/10⁻20 19 ഒരു 1 ഉള്ള ആ ഡെസിമൽ പ്ലേസ് അത് കൂടിയോ കുറഞ്ഞോ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഈ പ്രപഞ്ചം എക്സിസ്റ്റ് ചെയ്യുമായിരുന്നില്ല എന്ന് സയൻസ് പറയുന്നു. അതേപോലെ ഈ മാസ് ആൻഡ് എനർജി വാസ് നോട്ട് ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ 1/10⁻123 ദ്രവ്യവും ഊർജവും ഈ ഒരു രീതിയിൽ സന്തുലനമായി ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ പ്രപഞ്ചത്തിൽ ഒരിക്കലും ജീവൻ ഉണ്ടാകുമായിരുന്നില്ല എന്ന് ഇന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. നമുക്കറിയാം നമ്മുടെ ഭൂമിയുടെ അച്ചുതണ്ട് ഒരു 23 ഡിഗ്രി ചെരിഞ്ഞിട്ടാണുള്ളത്. ആ 23 ഡിഗ്രി ചെരിഞ്ഞിട്ടല്ലായിരുന്നുവെങ്കിൽ, കുറച്ചുകൂടി ചെരിവ് കുറഞ്ഞിരുന്നുവെങ്കിൽ ഭൂമി എന്നുള്ളത് തണുത്തുറഞ്ഞ ഒരു ഗ്രഹമായി മാറുമായിരുന്നു. നമുക്കറിയാം ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ 1000 മൈൽ വേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം. ആ ഒരു കറക്കം 1000 ഉള്ളത് 100 ആയിരുന്നെങ്കിൽ 24 മണിക്കൂറുള്ളത് 240 മണിക്കൂർ ആകുമായിരുന്നു ഒരു ദിവസം. അതല്ലാതെ അല്പം കൂടിയോ കുറഞ്ഞോ ഇരുന്നെങ്കിൽ ഈ സൂര്യന്റെ ഉഷ്ണം സഹിക്കവയ്യാതെ ഭൂമി ഒരു മരുഭൂമിയാക്കി മാറുമായിരുന്നു. അതേപോലെ തന്നെ സൂര്യന്റെ ഉപരിതല ടെമ്പറേച്ചർ ആയിട്ടുള്ള 1000 ഫാരൻഹീറ്റ്, ഈ 1000 ഫാരൻഹീറ്റ് 10000 ഫാരൻഹീറ്റ് 10,000 ഡിഗ്രി ഫാരൻഹീറ്റ് ഒരു അല്പം കൂടിയിരുന്നെങ്കിൽ ഭൂമി ഇതേപോലെ ഒരു മരുഭൂമിയാക്കി മാറുമായിരുന്നു. നമ്മുടെ ചന്ദ്രൻ ഒരല്പം കൂടി അടുത്തായിരുന്നെങ്കിൽ വേലിയേറ്റം മൂലം പർവ്വതങ്ങൾ ഒലിച്ചു പോകുമായിരുന്നു. നമ്മുടെ എർത്തിന്റെ ക്രസ്റ്റിന്റെ തിക്നെസ് ഒരു 10 അടി കൂടിയിരുന്നെങ്കിൽ എല്ലാ ഓക്സിജനും ആ ക്രസ്റ്റ് വലിച്ചെടുത്ത് നമുക്ക് ശ്വസിക്കാൻ വായു ഇല്ലാതാകുമായിരുന്നു. നമ്മുടെ പ്രപഞ്ചത്തിലെ ഈ ഓഷ്യൻസ്, ഈ സമുദ്രങ്ങൾ ഒരു അല്പം കൂടി ഡീപ്പായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് അത് വലിച്ചെടുത്ത് പ്ലാന്റ്സിൽ ഫോട്ടോസിന്തസിസ് നടക്കാതെ, അതുകൊണ്ട് നമുക്ക് തിരിച്ച് ഓക്സിജൻ കിട്ടാതെ ഈ ഭൂമിയിൽ ഒരിക്കലും ജീവൻ നിലനിൽക്കുമായിരുന്നില്ല എന്ന് ശാസ്ത്രം പറയുന്നു. അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ആ അല്ലാഹു ദൈവം, അതാണ് സൂറത്തുൽ മുൽക്കിൽ അള്ളാഹു ചോദിച്ചത്, അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാഖ മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത് ഫർജിൽ ബസ്റ ഹൽ തറാ മിൻ ഫുതൂർ. 7 ആകാശങ്ങളെ അടുക്കുകളായി സൃഷ്ടിച്ചവനാകുന്നു അവൻ. പരമകാരുണ്യകന്റെ സൃഷ്ടിപ്പിൽ നിനക്കൊരു ഏറ്റക്കുറിച്ചിലുകൾ പോലും നിനക്ക് കാണാൻ സാധിക്കില്ല. എന്നാൽ നീ ദൃഷ്ടി ഒന്നുകൂടി തിരിച്ചു കൊണ്ടുവരൂ, വല്ല വിടവും നീ കാണുന്നുണ്ടോ? അല്ലെ? ഇനിയും യാദൃശ്ചികത പറയുന്നവരോട് അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. സഹാറ മരുഭൂമിയിലൂടെ, ആരുമില്ലാത്ത ആ മണലാരണ്യത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ് എന്ന് സങ്കല്പിക്കുക. ഞാനുണ്ട്, എന്റെ നിരീശ്വരവാദിയായിട്ടുള്ള ഒരു സുഹൃത്തുണ്ടെന്ന് സങ്കല്പിക്കുക. ഞങ്ങൾക്ക് അവിടുന്ന് ഒരു iPhone 6 കിട്ടുകയാണ്, അല്ലെ, ഏറ്റവും പുതിയ ഫോൺ, ഒരു iPhone 6 കിട്ടുകയാണ്. എന്റെ പരിമിതമായ ബുദ്ധി വെച്ച് ഞാൻ എന്ത് പറയും? നിങ്ങൾ എന്താ പറയാ? അതിലൂടെ പോയ ആരോ എന്ത് ചെയ്താണ്, കളഞ്ഞു പോയ സാധനമാണ്, അല്ലെ? എന്നാൽ എന്റെ നിരീശ്വരവാദിയായ സുഹൃത്ത് പറയാണെന്ത്, അല്ല, വേറെയും ചില സാധ്യതകൾ ഉണ്ട്, അല്ലെ? സാധ്യതകൾ എല്ലായിടത്തും ഉണ്ട്, അല്ലെ? എന്റെ വല്യപ്പാന്റെ വല്യപ്പ പ്ലൂട്ടോ വന്ന് പറന്നു വന്നതാവാൻ സാധ്യത ഉണ്ട്. സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല, അല്ലെ? ഞാൻ അനുഭവിക്കാത്തൊരു കാര്യത്തെ സാധ്യത ഇങ്ങനെ ഒരാൾ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ തള്ളിക്കളയാ, അല്ലെ? ഇങ്ങനെ സഹാറ മരുഭൂമിയിൽ നിന്ന് ഒരു iPhone 6 കിട്ടിയാൽ എന്റെ നിരീശ്വരവാദിയായ സുഹൃത്ത് പറയാണെന്ത്, ഈ ഫോൺ എന്തുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്? പ്ലാസ്റ്റിക്കും ഗ്ലാസും കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. പ്ലാസ്റ്റിക് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? പെട്രോളിയത്തിൽ നിന്നാണ്. ഗ്ലാസ് എന്തിൽ നിന്നാണ്? സിലിക്കൺ ഡൈ ഓക്സൈഡിൽ നിന്നാണ്. ഈ മരുഭൂമിയിൽ എന്താ ഉള്ളത്? മണലാണുള്ളത്. മണൽ പറഞ്ഞാൽ എന്താണ്? സിലിക്കൺ ഡൈ ഓക്സൈഡ് ആണ്. ചില പ്രത്യേക പ്രക്രിയകൾ മൂലം ഈ മണൽ ഒരു ഗ്ലാസ് ആയി മാറുകയും, അതല്ല ഇതിന്റെ അടിയിലുള്ള എണ്ണപ്പാടങ്ങൾ, സഹാറ മരുഭൂമിയിൽ അടിയിലുള്ള എണ്ണപ്പാടങ്ങളിൽ നിന്ന് എങ്ങനെയോ പെട്രോൾ കിനിഞ്ഞു വന്ന് ഇത് പ്ലാസ്റ്റിക് ആയി മാറുകയും, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എങ്ങനെയോ യാദൃശ്ചികമായി ഇതല്ലെങ്കിൽ കമ്പൈൻ ചെയ്ത് ഇങ്ങനെ ഒരു iPhone 6 ആയി മാറുകയും ചെയ്തു എന്ന് പറയുന്നവരോട് വിശുദ്ധ ഖുർആൻ പറയുന്നത് പോലെ ഖാലു സലാമ, നിങ്ങൾക്ക് സലാം എന്ന് പറയുകയെ നിവൃത്തിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.